നമസ്കാരം, എല്ലാവർക്കും ദ ട്രീത്ത് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ 3 വാർത്തകളാണ് ഇന്ന് ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കുന്നത്. വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. മ്യാൻമറിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 3300 കവിഞ്ഞു. 220 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. മ്യാൻമറിനെ സഹായിക്കാൻ ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയിലേക്ക് കടക്കുകയാണ് എങ്കിൽ വഖഫ് ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ നിർണായക നീക്കം ബില്ലിൽ ഒപ്പുവെച്ച് രാഷ്ട്രപതി. ഇതോടെ ബില്ല് നിയമമായി. ബില്ലിൽ ഒപ്പുവെക്കരുതെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡും മുസ്ലിം ലീഗും രാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചിരുന്നു. അടുത്ത വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയിൽ കടക്കുകയാണ് എങ്കിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിലെ ശുചിമുറിയിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. സഹയാത്രികൻ കസ്റ്റഡിയിൽ. ഹൈദരാബാദിനും സെക്കന്ദരാബാദിനും ഇടയിൽ വെച്ച് വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. 8ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടി ശുചിമുറിയിലേക്ക് പോയപ്പോൾ പ്രതി പിന്തുടരുകയായിരുന്നു. ശുചിമുറിയിൽ കയറിയ പെൺകുട്ടിയെ പ്രതി ബലം പ്രയോഗിച്ച് അകത്ത് കടന്നു പിടിക്കുകയായിരുന്നു. സംഭവം അയാൾ തന്റെ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. കലാകൗമുദിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് ട്രീത്ത് ന്യൂസ്.